കോശി നീ ഇപ്പൊ 2-3 ദിവസമായിട്ട് പുറകെ കിടക്കുന്ന പെണ്ണില്ലേ റോസ്മേരി നമ്പരോ എനിക്കൊന്ന് താടാ. അത് എത്ര നാളായിട്ടാ പുറകെ. പക്ഷെ എനിക്ക് ഇയാൾ നമ്പർ ചെന്നയാൾ എനിക്ക് എന്തോ തരും. ഞാൻ ഒരു പ്ലേറ്റ് ഷവർമ മേടിച്ചിരുന്നു. ഉറപ്പാണ്? ഉറപ്പ്. ഞാൻ മേടിച്ചിരുന്നു. ഞാൻ നമ്പർ പെട്ടെന്ന് നമ്പർ നോട്ട് ചെയ്തു. അവൾ ഉറങ്ങുന്നതിന് മുമ്പേ വിളി. നമ്പർ താടാ. 8606 49 8022. ഓക്കെ വിളി വിളി. ബെല്ലുണ്ടോ? സ്പീക്കർ ഇടുമ്പോ. ഹലോ, റോസാണോ? റിപ്ലൈ ഒന്നുമില്ലല്ലേ. ഒരു പെണ്ണങ്ങനെ പെട്ടെന്ന് സംസാരിക്കും. ഞാനാ കോശി. രാവിലെ ഇയാളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ കോശി. റിപ്ലൈ ഒന്നുമില്ല. മച്ചാ റിപ്ലൈ തരൂടാ. നീ സംസാരിക്കും, നീ വിട്ടുകൊടുക്കല്ലോ. എന്തുവായാലും എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. ഇയാൾ എന്തോന്ന് ചോദിച്ചാൽ നാളെ പറയണം കേട്ടോ. ഞാൻ കോശി. ഞാൻ മാത്രമല്ല, അപ്പു ഉണ്ട് എന്റെ കൂടെ. നീ എന്നെ പിടിച്ചിരുന്ന എന്തു? ഞാൻ നമ്പറില്ലാന്ന് വിളി. നീ ആരാണെന്ന് എനിക്കറിയാം. നീയൊക്കെ കളിച്ചത് ജഗത്താനോടാണ്. നാളത്തെ കൊച്ചിക്കാറ്റിന് നിന്റെയൊക്കെ ചോരയുടെ മണം ഉണ്ടാവും. ഫോൺ കട്ടിയാ. ഇത് 6 നമ്പറാണോ കാല? ഞാനൊക്കെ പ്രോഗ്രസ് കാർഡിന് അടിക്കണം നമ്പറിങ് ചീന്തിയതാ. നാളെ അയാൾ വന്ന് എന്നെ ചീന്തുന്നു. എനിക്കറിയാം. എനിക്കൊരു സഹായം ഞാൻ ചെയ്തോളൂ. നീ എന്തിനാ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് എന്റെ അടുത്ത്? നീ ചാവേരെന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനാടാ ഈ ബോംബ് എന്നെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കുന്നത്? ഇങ്ങനെ സംസാരിക്കണേ കേട്ടോ. എന്നാലും നീ അയാൾ ഇങ്ങനെ പറഞ്ഞ നീ അതിലും വലിയ സെറ്റപ്പ് അല്ലേ? എന്തുവാടാ എന്നാലും നീ ഇത് 6 നമ്പറാടാ. നീ പേടിക്കടാ. ഞാനില്ല നിന്റെ കൂടെ. പക്ഷേ ഞാൻ വീട്ടിൽ പോട്ടെ. മമ്മി ചോറിട്ടോണ്ട് കാത്തിരിക്കും. ഇവിടെ നിക്കടാ. ഇത്ര സീനായിട്ട് നാളെ രാവിലെ വരും. എന്നാലും നീ എന്റെ ഷവർമയാ കൊണ്ട് കളഞ്ഞതാ. പ്രോഗ്രസ് കാർഡിൽ നിന്ന് എടുത്തുന്നു പന്ന പട്ടി എന്നെ കൊലക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ എന്നാലും ഓരോ കുരുക്കുകളെ അവൻ തന്നെ നമ്പറിൽ വിളിക്കണ്ടായിരുന്നു. എന്നാലും അവനെയും കാണുന്നില്ല. ഇത് ചെയ്യാനാ. നീ വന്നോ? നീ ഇല്ലടാ. നിന്നെ കാണാനാ ഇവിടെ കാത്തിരുന്നേ. നീ എന്താ ഈ പെണ്ണിന്റെ വീട്ടിന്റെ വഴിയെടുത്ത് തന്നെ വന്നിരിക്കുന്നു? വെറുതെ എന്തിനാടാ വീട്ടിന്റെ മുമ്പിലും വയലും കിടന്ന് അടിയുള്ളൂ. എന്റെ കയ്യല്ല ഇവിടെ നിന്ന് അടി കൊണ്ടിട്ട് വീട്ടിൽ പോക്കറ്റ് വെച്ചിട്ട് പോകുന്നതല്ലടാ. നീ ചുമ്മാ അടങ്ങിയിടാ. നീ എന്തിനെ കിടന്ന് പേടിക്കുന്ന? ഞാൻ അവക്കടെ അപ്പനെ കണ്ടിട്ട് പോലും ഇല്ലടാ. ഒരപ്പം വലിയ ഡോണായിരിക്കും, മനസ്സിലായോ? എനിക്കുള്ള ഒരു ചേട്ടൻ. വിളിയടാ അങ്ങോട്ട്. പൂമ്പാറ്റേനാ. പൂമ്പാറ്റേ? ഇപ്പൊ പൂമ്പാറ്റ റോക്കി എന്നറിയപ്പെടുന്നില്ല. KGF എല്ലാം കൂടി കണ്ട് പ്രാന്തായിരിക്കും അങ്ങേർക്ക്. പൂമ്പാറ്റ റോക്കി? ആണോടാ? എന്നാ വിളിയടാ. ആനയ്ക്ക് വാരിക്കുഴി ഒഴുക്കാൻ പൂമ്പാറ്റ റോക്കീനാ. എന്തിന് ഇവിടെ ചോരപ്പുഴ ആവാനാ? ഒഴുകട്ടാ ഒഴുകട്ട്. നിന്റെ ദേഹത്തു നിന്ന് 1 തുള്ളി പൊടിഞ്ഞാൽ അങ്ങേറെ ദേഹത്തു നിന്ന് 10 തുള്ളി പൊടിയും, മനസ്സിലായോ? 1ന് 10. അതാ കണക്ക്. ഇവിടെ ഒഴുകുന്ന ചോരയ്ക്കും മാംസവും എല്ലാം ഡാമിലെ ചെമ്പല്ലികൾക്കുള്ള ആഹാരമാ. വിളിയടാ. വേറ്റനടി. പിന്നെ വിളിക്കുമ്പോ റോക്കി അണ്ണാന്നേ വിളിക്കോളെ. ഹലോ റോക്കി അണ്ണ. ഹലോ. എന്നാ ഞാനാണ് നമ്മുടെ കോശിയുടെ കൂട്ടുകാരൻ അപ്പു. പറയടാ. എന്നാ നമ്മുടെ കോശിക്കൊരു വിഷയം ഉണ്ടെണ്ണ. എന്ത് പ്രശ്നം? എന്നാ അണ്ണ ഇവിടെ വരുമ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണ. സ്ഥലം പറയടാ. മത്തായിപ്പറമ്പ്. എന്ത് പറഞ്ഞടാ? അണ്ണൻ വരാന്ന് പറഞ്ഞു. നീ ഇവിടെ ഇരി എന്റെ കൂടെ. നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ നിന്റെ ചേട്ടൻ ഈസ് നോട്ട് എ ഗാങ്സ്റ്റർ, ഈസ് എ മോൺസ്റ്റർ. എന്തുവാ നിനക്ക് കർത്താവിനറിയാം. ഇവിടെ രണ്ടും കൂടി കൊരുക്കുമ്പോ എന്താവാൻ? ഇവിടെ തീപ്പൊരി പാറും, മനസ്സിലായോ? കണ്ടാ മതി. നിന്റെ ചേട്ടൻ നിന്റെ കൂടെ പാറ്റൻ ടാങ്ക് പോലെ നിൽക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു തണൽ മരമായിട്ട് നിൽക്കൂടാ. കണ്ടാ മതി. നീ പിച്ചിക്ക് നിന്റെ അയപ്പ് കളയാറാ. ഇങ്ങനെ പെരട്ട്. നീ അവിടെ ഇരി എന്റെ കൂടെ. ആ 10 മിനിറ്റ് ഇങ്ങനെ അരമണിക്കൂറായി. അങ്ങനെ കാണുന്നില്ലല്ലേ? അണ്ണൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ വന്നിരിക്കും. നീ പേടിക്കാരി.
കൺഗ്രാജുലേഷൻ. എന്തിന്? ഞാനിവിടെ വന്നില്ലേ. ഇനി പ്രശ്നം പറ. അതണ്ണാ, ഞാൻ പുറകെ നടക്കുന്ന പെണ്ണിനെ ഇന്നലെ വിളിച്ചപ്പോൾ അവർ അപ്പനാണെന്ന് തോന്നുന്നു എടുത്തത്. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു കൊല്ലൂന്നൊക്കെ പറഞ്ഞണ്ണാ. എനിക്ക് പേടിയാണെണ്ണാ. മറ്റൊന്നിനെയും ഓർത്ത് നീ ഭയപ്പെടേണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ ശക്തിയില്ല. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ചേട്ടനെ എനിക്ക് കിട്ടാൻ. അതൊക്കെ പോട്ടാണ്, രാവിലെ തന്നെ ഫുൾ ഫിറ്റിലാണല്ലോ. അപ്പോ ആരെങ്കിലും 10 പേരുണ്ടാക്കിയ വാച്ചടിച്ച് ഫിറ്റാവുന്നവനല്ലടാ ഞാൻ തന്നെ ഉണ്ടാക്കി അടിക്കുന്ന വാച്ചിൽ ഫിറ്റാവുന്നവനാണ്. ഓ എണ്ണം പൊടിയണ്ണ. അവന്റെ നമ്പറോ അഡ്രസ്സോ വല്ലതും ഉണ്ടോടാ? ഇല്ലണ്ണാ, പെണ്ണിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ അണ്ണാ. ഇന്നലെ അങ്ങേര് സംസാരിച്ചപ്പോൾ വലിയ മാസ് ഡോണാണെന്ന് തോന്നുന്നു. If he thinks he is bad, I am his dad. ഓ പൊളി. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിൽ ഈ പൂമ്പാറ്റ റോക്കിയെ തോൽപ്പിക്കാൻ ഒരുത്തൻ ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കാൻ പോകുന്നതുമില്ല. ഇറങ്ങിയ ശേഷം വഴിയൊക്കെ കുറഞ്ഞല്ലോ അണ്ണാ. ജയിലൊക്കെ ആയിരുന്നല്ലോ. നമ്മുടെ കൊച്ചിന്റെ കൂടെ ഒരു പയ്യൻ നടക്കുന്നിറങ്ങില്ലോ, അവനെ തൂക്കണ്ടേ? ആര്? അവനാ? അവൻ വീണ്ടും തല പൊക്കിയാ? പൊക്കി തുടങ്ങി. എന്ത് പയ്യനാന്നാ കേട്ടത്? കൊള്ളാം. ചുണ്ണാമ്പ് കുറവാണല്ലോ. അതെന്നാ ബാക്കി അവൻ്റെ നിന്ന് എടുക്കണ്ട. അയ്യോ എന്താടാ? ആരും ഒരാൾ വരുന്നടാ, പെണ്ണിന്റെ അപ്പനാന്ന് തോന്നടാ. അയ്യോ ഒന്ന് മനുഷ്യൻ തന്നെയാണോ? ബ്രോക്കെണ്ണ പേടിയാവുന്നെണ്ണ. ജീവിതത്തിൽ കുറച്ച് ഭയം വേണം. അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ ഹൃദയം നമ്മുടേതായിരിക്കുന്നത്, നമ്മുടെ ശത്രുവിൻ്റെതായിരിക്കണം. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞൊരു റോക്കി എന്നാ. ശരി കോശി, എനിക്ക് വേളാണിയുടെ നേർച്ചയുണ്ട്, മനസ്സിലായോ? ഞങ്ങളുടെ അമ്മ നേർന്നേ. ഞാൻ നേർച്ചയൊക്കെ പോയി നേർന്നിട്ട് വരാം. പിന്നെ അവരുടെ തന്റെ അടുത്ത് പറഞ്ഞേര് എന്റെ കണ്ണുമ്പിലൊന്നും വന്ന് പെടല്ലോ. ഞാൻ പോയിട്ടേ അവിടെ ചുമ്മാ ഇരിടെ ഇറക്കാ. എത്തിയണ്ണ. നീ ഇന്നലെ അവിടെ പോയി. നേർച്ച കുറച്ച് കൈ കഷ്ടപ്പെട്ടെങ്കിലും ചെറുക്കനെ ഞാൻ ജീവനോടകത്തുകൊണ്ട് പോയി കാണാടാ. ഞാൻ പോയിട്ട് ഞങ്ങൾ തമ്മിൽ ഒന്ന് കുരുക്കുന്നതിനിടയിൽ ചെറുക്കണമെന്ന് ഇടയ്ക്ക് വിടാം. പല വട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തത് അടി നടക്കുന്നതിന്റെ ഇടയിൽ വന്ന് വീഴല്ലേ ഫുൾ അങ്ങേര് തന്ന അടിയും ഞാൻ കൊടുത്ത അടി എല്ലാം അവൻ തന്നെ കൊണ്ട് കട്ടക്കിൽ നീ വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്നോ? നീ നിന്നെ പോയില്ലേ ഇടയ്ക്ക്? അതിന്റെ എന്നാൽ ഇത്ര അടിയാണ് അണ്ണന്റെ അടി പോലും കൊണ്ടില്ല അല്ലേ അണ്ണ? ലെവല് റോമിയോ എന്തുകൊണ്ടാ കയ്യില് ഫ്രൂട്ട്സ് ഇവിടെ പയ്യൻ വയ്യാതെ നടക്കുമെന്ന് അറിഞ്ഞു വന്നേടാ അവന് കൊടുക്കാൻ. മാറ്റി മിണ്ടരുത് നീ, കൊന്നളെ ഞാൻ. സ്വന്തം രക്തത്തിനെ കൊണ്ടുപോയി കൊലക്ക് കൊടുക്കാൻ പോയതാ ഇവൻ. എന്തുകൊണ്ടാ മാർക്കറ്റിൽ മൊത്തം ഏതാ സംസാരം? എന്തുകൊണ്ടാ തെളിച്ചു പറയണോ മനസ്സിലാവുന്ന രീതി? കേട്ടോ എന്തുവന്ന്? എന്തുകൂടാ ഇത്? ഉരുളികളാണോ കണ്ടില്ലേ? ഞാൻ ചെയ്തോ ഇവനാണോടാ കോശി? ഇവനാണോ നമ്മുടെ കൊച്ചിനെ നിനക്കും മേടിക്കും. മോളുടെ പുറകിൽ നടക്കൂടാ. മാമ
phenomenon.